ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീ വിത്ത് നിധി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ രസകരമായ ഒരു കാര്യം, വളരെ തമാശ, കേട്ടപ്പം കുറേയധികം ചിരിക്കാൻ തോന്നിയ ഒരു കാര്യം. ചിരിക്കാൻ തോന്നിയല്ല, ചിരിച്ചേട്ടോ, നന്നായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനാണ്. അത് ആരാണെന്ന് ആദ്യം ഞാൻ കുറച്ചൊരു സസ്പെൻസ് ഇട്ടിട്ടേ പറയുന്നുള്ളൂ. പുള്ളിക്കാരത്തേക്ക് എന്തായാലും ഒരു ലേഡിയാണ്, ഒരു യൂട്യൂബറാണ്. ഞാൻ ആളിൻ്റെ ഒരു കട്ട ഫാനൊന്നുമല്ല, എന്നാലും ആളിൻ്റെ ആൾമോസ്റ്റ് മിക്ക വീഡിയോസൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ്. പക്ഷേങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആളിനെ എന്തുവാണ് ആളിനെ എനിക്കിഷ്ടമാണ്. ആളിൻ്റെ രീതിയും ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ്. ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇത് വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല, പക്ഷേങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകും, അത് എൻജോയ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളിൽ എനിക്ക് ആളിനെ ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ആളിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. പുള്ളിക്കാരത്ത് എന്തിനാണ് ഇങ്ങനെ ഓടി നടന്ന് പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്? എത്രത്തോളം കോസ്മെറ്റിക്സാണ് ഒരു ദിവസം ഈ ഒരാൾ എന്തുവാണ് വീഡിയോ പരസ്യം ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്? ഇത് മൊത്തം മേത്തും പുറത്തും കയ്യിലും കാലിലും ഇനി വേണ്ട അണ്ടർ ആംസിൽ വരെ വാരി തേച്ചിട്ടാണ് ഓരോ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ അപ്പം നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആളാരാണെന്ന് എനിക്ക് കേൾക്കണ്ടേ? പറയട്ടോ, ആരാണ്? വേറെ ആരുമല്ല, മൈ വേ ബൈ കല്യാണിയിലെ നമ്മളെ സ്വന്തം കല്യാണിക്കുട്ടി. അപ്പം ഞാൻ എന്തായാലും ആളിൻ്റെ ഒരു കട്ട ഫാനല്ല, പക്ഷേ ഒരു ഫാനാണ്. എന്ന് വെച്ചാൽ എന്തുവാണ്, എനിക്ക് ആളിൻ്റെ പ്രൊമോഷൻ വീഡിയോസോ ആളിൻ്റെ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ആളിൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. മിക്ക വീഡിയോസും ഞാൻ എൻജോയ് ചെയ്ത് തന്നെ കാണുന്നുണ്ട്, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പം പുള്ളിക്കാരത്തേക്ക് കിട്ടിയ പണിയെന്ന് വെച്ചാൽ ഒരു 8ൻ്റെ പണിയാണല്ലേ. ബിഗ് ബോസ് പറയുന്ന പോലെ ഒരു 8ൻ്റെ പണി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ പറയുന്ന കണക്ക് നമ്മൾ വിതച്ചതേ കൊയ്യൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പം കുറേ പഴഞ്ചൊല്ലുകൾ പുള്ളിക്കാരത്തി എന്താണ് കുറിച്ച് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഓടി വരികയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചേ ഭജിക്കുകയുള്ളൂ. തന്നെ ശരിയാണോ? മിസ്റ്റേക്ക് കൊണ്ട് അറിയത്തില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രം പോലെ, തെറ്റാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം തെറ്റായാൽ അതിന് കമൻറ്റ് ബോക്സിൽ തെറ്റാണിത് എന്ന് പറയും വേണം. ശരിയാണെങ്കിൽ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. ചെയ്തിരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരട്ടെ. അപ്പം ഈ കല്യാണിയുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ്, കോസ്മെറ്റിക്സിൻ്റെ ആണെങ്കിൽ ലിപ്സ്റ്റിക്സ്, പിന്നെ ക്രീംസ്, അങ്ങനെ ഡ്രസ്സിൻ്റെ അത്, അങ്ങനെ പുള്ളിക്കാരത്തി ഒരു ദിവസം ഒരുപാട് ഇങ്ങനെ ആഡും അതങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോസിലും ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ആളിൻ്റെ കൂടുതലും ഫോളോവേഴ്സ് ആരാണ്? ചെറുപ്പക്കാരാണ്, ടീനേജ് പിള്ളേർ, പിന്നെ കോളേജിൽ പോകുന്ന കുട്ടികൾ, ആ ഒരു ടൈപ്പ് ആൾക്കാരാണ് ആളിൻ്റെ ഫോളോവേഴ്സ് മൊത്തം. അപ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസർ ആണെന്ന് ഇടയ്ക്ക് മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമൃത TV-യിലൊക്കെ ഒരു ഷോയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. കൊള്ളായിരുന്നു, വളരെ രസകരമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, എൻജോയ് ചെയ്തായിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെയുള്ളവരും പുറത്തോട്ട് വരട്ടെ. ഇങ്ങനെ ഇപ്പോഴും സെലിബ്രിറ്റികളായിട്ട് ഫിലിം സ്റ്റാർസ് മാത്രം വന്നാൽ പോരല്ലോ, സിംഗേഴ്സ് വന്നാൽ പോരല്ലോ. നമ്മളെക്കണക്കുള്ളവർ, നമ്മളിടയിൽ നിന്നുള്ള ആൾക്കാരും കൂടെ വന്ന് ഈ ഒരു ഫീൽഡിലൊക്കെ വരട്ടെ, നിൽക്കട്ടെ. അപ്പം നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്കൊരു അവസരം എവിടെയെങ്കിലും കിട്ടിയാലോ, അവസരം കിട്ടുന്നേ വലിയ കാര്യമല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇതൊക്കെ എൻ്റെ പൊട്ടത്തരമാണെന്ന് തോന്നും.
എന്തായാലും പോട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പം പുള്ളിക്കാരത്തി കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രീംസൊക്കെ വാരി തേച്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും തേക്കും, കഴിവും, പിന്നെ അടുത്തത് കഴിവ് അതിന് വൈപ്സ് വെച്ച് തുടക്കി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ദിവസം ഒരുപാട് ക്രീംസ് ഉപയോഗിച്ചുകൊണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി ഭഗവാൻ കൊടുത്ത പണിയാണോ ഒന്നും അറിയത്തില്ല. ആളിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളിനെ കാണുവാണെങ്കിൽ മുഖമൊക്കെ നല്ലതായിട്ട് ഡാർക്കായിട്ട് ആളിൻ്റെ ഗ്ലാമറൊക്കെ ഒരു പരുവത്തിനൊക്കെ അങ്ങായി. അപ്പോൾ ആളെന്തോ ഇത് ഇനി എന്തായാലും ആ കോസ്മെറ്റിക്സിൻ്റെ വീഡിയോസും അതൊക്കെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഇടണ്ട, സ്വയം ചികിത്സിക്കേണ്ടെന്ന് കരുതിയിട്ട് കുറവൻകോണത്തുള്ള തിരുവനന്തപുരത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഇത് ഞാൻ പറയുന്ന ആളിൻ്റെ വീഡിയോ കണ്ടിട്ട് ആൾ പറയുന്നതാണ് കേട്ടോ. മെയിൻ ഡോക്ടർ അവിടെ ഇല്ല, അവിടെ ഇരിക്കുന്ന അസിസ്റ്റൻസാണ്. അവരെന്ന് വെച്ചാൽ ഈ ഡെർമറ്റോളജി എന്ന് വെച്ചാൽ ഒരു കോഴ്സായിട്ട് MBBSൻ്റെ പാർട്ടായിട്ട് MD ചെയ്ത് അങ്ങനെ വന്നവരൊന്നും അല്ല. 6 മാസത്തെ കോഴ്സിൽ ഡിപ്ലോമ ടൈപ്പ് കോഴ്സ് ചെയ്തിട്ട് വന്നവരാണ്. എന്തായാലും ഒരു നല്ലൊരു എമൗണ്ടൊക്കെ കെട്ടിവെച്ച് അവിടെ അടച്ചിട്ടൊക്കെ എന്തായാലും ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേങ്കിൽ നേരത്തേക്കാളും ഇച്ചിരി അങ്ങ് വൾഗറായി. മുഖം എന്തായാലും ഇച്ചിരി ബുദ്ധിമുട്ടായി. നല്ല സുന്ദരി കുട്ടിയായിരുന്ന കല്യാണിയുടെ മുഖം ഇപ്പം ഭയങ്കര വിഷമകരമായ അവസ്ഥയാണ്. അപ്പം കല്യാണിക്കുട്ടി നാട്ടുകാരെ മൊത്തം ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിലൂടെ പറ്റിക്കണിയത്. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പം നമ്മൾ എല്ലാ പ്രോഡക്ട്സും കൊള്ളത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല പ്രോഡക്ട്സും ഉണ്ടാവും, മോശം പ്രോഡക്ട്സും ഉണ്ടാവും ഇല്ലേ. കോസ്മെറ്റിക്സിൽ ഏതിലും നല്ലതും ഉണ്ടാവും, അഴുക്കതും ഉണ്ടാവും. ഞാൻ എവിടെയോ എപ്പോഴും കേട്ടൊരിതാണ് സായ് പല്ലവിയോട് ഫെയർ ആൻഡ് ലവ്ലിയുടെ ആ ഒരു കമ്പനിക്കാർ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു പരസ്യവും ചെയ്യത്തില്ല, വളരെ വലിയൊരു എമൗണ്ട് അവർക്കിങ്ങനെ ഓഫർ ചെയ്തെന്ന്. ഒരു പരസ്യം ചെയ്യത്തില്ല, എന്നെ ആരാധിക്കുന്ന എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ഇത് ചെയ്യുമ്പം തീർച്ചയായിട്ടും അവർ വിചാരിക്കും സായ് പല്ലവി ഇത്രയും ഗ്ലാമറായിട്ടൊക്കെ ഇരിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ യൂസ് ചെയ്ത് ഞാൻ കൺവിൻസ്ഡായ ഞാനത് ഓക്കെയാണ് എന്നൊരു പ്രോഡക്ട്സിൽ എനിക്ക് 100% വിശ്വാസമുള്ളൊരു പ്രൊഡക്ട്സ് മാത്രമേ ഇതിന് എത്ര എമൗണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് സായ് പല്ലവി പറഞ്ഞിട്ടുണ്ട്. സായ് പല്ലവി അറിയാമല്ലോ, നമ്മുടെ തമിഴിലും മലയാളത്തിലും ഒക്കെ പ്രേമം സിനിമ അറിഞ്ഞൂടെ എല്ലാവർക്കും. ആ സായ് പല്ലവി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി. പക്ഷേ ഈ കല്യാണി ഇപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ള ക്രീംസ് മൊത്തം വാരി തേച്ച് മുഖം ഇപ്പം എന്തായാലും ബോറായി. അങ്ങനെ കുറവൻകോണത്തുള്ള ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് ഒരു എമൗണ്ടൊക്കെ കെട്ടിവെച്ച് പേ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയപ്പം നേരത്തേക്കാളും മുഖം വൾഗറായി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടായില്ല. അപ്പം കഴിഞ്ഞ ദിവസം കല്യാണി ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ അവസ്ഥ പറയുകയുണ്ടായി, ചെറിയൊരു വീഡിയോ വന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയുന്നതാണ്. അവർ ആദ്യമേ കല്യാണി കൊടുത്ത പൈസയുടെ വളരെ കുറച്ച് ഇതിൻ്റെ മാത്രമേ ബില്ല് കുറച്ച് എമൗണ്ടിൻ്റെ ബില്ല് മാത്രമേ അവിടെ പേ ചെയ്തതായിട്ട് അവർ കാണിക്കുന്നുള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് കല്യാണിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് അവർ കൈപ്പറ്റി കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കല്യാണി എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. പക്ഷേങ്കിൽ സാധാരണഗതിയിൽ ആരുടെയെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വിഷമമാണെന്നൊക്കെ കേൾക്കും, പക്ഷേ പാവല്ലേ, എത്രയും പെട്ടെന്നൊന്നും ഭേദമായെങ്കിൽ ഈവൻ രേണു സുധിക്ക് പോലും ഒരസുഖം വന്നെന്നറിഞ്ഞപ്പം ഇത്രയും കിടന്ന് കോപ്രായങ്ങളൊക്കെ കാണിച്ചെങ്കിലും ആ കോപ്രായങ്ങൾക്കൊന്നും ഉള്ള ഒരു ഇതല്ല, മറുപടിയല്ല ഇത്രയും ഭയാനകമായൊരു അസുഖം. ഒരിക്കലും ആർക്കും ഒരു അസുഖവും വരുത്തരുതെന്ന്, പ്രത്യേകിച്ചും ഈ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഒരിക്കലും ആർക്കും വരുത്തരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേൾക്കുമ്പം തന്നെ ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ അസുഖങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് എനിക്ക് വരുന്ന അസുഖമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ അസുഖം അല്ലെങ്കിൽ മാരകമായൊരു അസുഖം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നിരുന്നാലും ഇതിപ്പം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ 10 ലക്ഷത്തിന് മേൽ 1 മില്യൺ മേൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ ഇത്രയും ആൾക്കാരെ ഡെയിലി ഒരു ദിവസം തന്നെ 10-15 ക്രീമിൻ്റെയും കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസിൻ്റെയൊക്കെ ഇത് പ്രൊമോഷൻ വീഡിയോ ആഡും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു? ഈ സൺസ്ക്രീൻ ആണെങ്കിലും സീക്ക ആണെങ്കിലും ഡെർമ ആണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി എങ്ങനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ആൾക്കാർ ഈ കല്യാണി ഇടുന്ന വീഡിയോസ് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആയി പോലും ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അത് കാണുകയാണ്. അപ്പം ഒരു പരിധി വരെ അവരതിലെന്താണ് കൺവിൻസ്ഡ് ആവും, ഒരു ഇൻഫ്ലുവൻസ്ഡ് ആവണം. അപ്പോൾ അത്രയും പേരെ അവിടെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്, ഒരു കല്യാണി പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറ്റിച്ച് കിട്ടിയ കാശാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം
പ്രത്യേകിച്ച് ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അവർ രാവിലെ എണീക്കുന്നു, ചോറ് വയ്ക്കുന്നു, പല്ല് തേക്കുന്നു, മുറ്റമടിക്കുന്നു, അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് കല്യാണിയുടെ വീഡിയോ എന്ന് പറയുന്നത്. എന്നാലും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രസമാണ്, കുറ്റം പറയാൻ പാടില്ല. അപ്പം കല്യാണി പറ്റിച്ചാണ്, ആൾക്കാരെ പറ്റിച്ചാണ് ഈ പ്രൊമോഷൻ വീഡിയോസിലൂടെയൊക്കെ കുറേ കാശുണ്ടാക്കിയത്. അതിലൊരു പങ്ക് ആര് പറ്റിച്ചെടുത്ത്? ഡോക്ടർ, ആ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പം വ്യാജ ഡോക്ടേഴ്സാര് അവർ കല്യാണിയെ പറ്റിച്ചെടുത്ത്. അതിന് കല്യാണി പ്രത്യേകിച്ച് വിശദീകരണമോ ന്യായീകരണമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലല്ലോ, വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ കാശൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ല. അപ്പം പിന്നെ നമ്മളൊരാളെ പറ്റിച്ചുണ്ടാക്കുന്നത് തിരിച്ച് വേറൊരാൾ നമ്മളെ പറ്റിച്ച് അതിൻ്റെ ഒരു ഭാഗം, വളരെ ചെറിയൊരു പാർട്ട് എടുത്ത് അതിനിപ്പോൾ എന്ത്? അതിൽ പ്രത്യേകിച്ചൊന്നും പറയാണ്ടേ, പരാതിപ്പെടേണ്ടേ, അല്ലെങ്കിൽ വലിയൊരു വീഡിയോ ഇട്ട് വരേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇതാണ് പറയുന്നത്, അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കുമെന്നതാണ്. അപ്പം കർമ്മം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്ക് കിട്ടും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു വലിയൊരു അസുഖമുള്ളൊരു വ്യക്തിയെ നോക്കിയിട്ട് നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ഇതിപ്പം നമുക്ക് പറയാമല്ലേ, എത്ര കള്ളത്തരങ്ങളാണ് ഒരു വീഡിയോ. നമ്മളിപ്പോൾ ഈ കല്യാണി ഈ കാണിക്കും സൺസ്ക്രീൻ ലോഷൻ്റെ തന്നെ ഒരു ദിവസം ഇടയ്ക്കൊക്കെ അത് വലിയ വിഷയവും യൂട്യൂബിലൊക്കെ തന്നെ ഭയങ്കര ഒരു സബ്ജക്റ്റായൊരു കാര്യമാണ്. ഒരു ദിവസം ഈ ഒരേ സമയം തന്നെ 3-4 സൺസ്ക്രീൻ ലോഷൻ്റെ പരസ്യമൊക്കെയാണ് പുള്ളിക്കാരത്തി ചെയ്യണത്. ഇപ്പം എന്തായാലും പണി കിട്ടി. തൽക്കാലം എന്തായാലും അങ്ങനെയുള്ള പരസ്യങ്ങൾ ആ മുഖം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ തൽക്കാലത്തേക്ക് മതി കേട്ടോ, ലോങ്ങായിട്ടുള്ള ഒരിതൊന്നും വേണ്ട. തൽക്കാലം കുറച്ച് ദിവസത്തേക്കെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ അല്ലേ, അനുഭവിച്ചിട്ട് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് തിരിച്ചു വരട്ടെ, ഗ്ലാമർ ആവട്ടെ, സുന്ദരിയായിട്ടിരിക്കട്ടെ, നല്ല നല്ല വീഡിയോസ് കല്യാണിക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ, അത് നമുക്കും ആസ്വദിക്കാൻ കഴിയട്ടെ, കല്യാണിക്ക് നല്ല നല്ല നാളെകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ. ആർക്കും ഒരസുഖം ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും എല്ലായ്പ്പോഴും സുഖമായിട്ടിരിക്കാനും നല്ലതായിട്ടിരിക്കാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം അല്ലേ, അതല്ലേ നല്ലത്. എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ചിന്തിക്കൂ, എന്ന് വിചാരിക്കൂ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുവരേക്കും എല്ലാവർക്കും ബായ്.